മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകൻ 3:4 ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 3 വേഴ്സ് 4 മാതാവിനെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ജർമ്മനിയിൽ ഏറെ പ്രസിദ്ധമായ ഒരു കുരിശുമലയുണ്ട്. ബെഡ്ഫെൽഡ് എന്ന സ്ഥലത്തുള്ള മലയും അതിന് മുകളിലുള്ള ദേവാലയവും. ഈ മല കയറുന്നതിന് മുമ്പ് താഴ്വാരത്തിൽ മറ്റൊരു കൊച്ചു ദേവാലയം കാണാം. ഇതിന് പിന്നിൽ ഗുണപാഠാർഹമായ കഥയുണ്ട്. ഈ ഗ്രാമത്തിലൊരു കുട്ടിയും അവന്റെ അമ്മയും ജീവിച്ചിരുന്നു. കുട്ടിയാകട്ടെ അമ്മ പറഞ്ഞതൊന്നും അനുസരിക്കുമായിരുന്നില്ല. വടിയെടുത്ത് കുട്ടിയെ ശിക്ഷിക്കുവാൻ ശ്രമിച്ചാൽ അവൻ മറ്റൊരു വടിയെടുത്ത് അമ്മയെ തിരിച്ചടിക്കുമായിരുന്നു. ആരെങ്കിലും അവനെ ഉപദേശിക്കാൻ ശ്രമിച്ചാലും ഇത് തന്നെയാണ് ബാലന്റെ പ്രതികരണം. നാട്ടുകാർക്കും സ്നേഹിതർക്കും അവൻ ഉപദ്രവമായിരുന്നിട്ടുകൂടെ ആ അമ്മ അവനെ അളവറ്റ് സ്നേഹിച്ചു. എന്നിട്ടും ആ സ്നേഹം കാണാൻ മകന് കഴിഞ്ഞില്ല. ഒരിക്കൽ ചാറ്റൽ മഴയിൽ കിടന്ന് കുട്ടി തുള്ളിച്ചാടുന്ന അവന്റെ അമ്മ കണ്ടു. അവൾ ഉടനെ മകനെ വിളിച്ചു. എന്നാൽ അവനത് കേട്ട ഭാവം നടിച്ചു. മകൻ പനി പിടിച്ച് കിടപ്പാകുമല്ലോ എന്നോർത്ത് അമ്മ വിഷമിച്ചു. ഒരു ചെറിയ വടിയെടുത്ത് അവനെ അടിച്ചു. അതോടെ മകൻ രോഷാകുലനായി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. മുറ്റത്ത് കിടന്ന വലിയ വടിയെടുത്ത് മകൻ അമ്മയെ തിരിച്ചടിച്ചു. ആ പ്രഹരത്തിന്റെ ശക്തിയാൽ സ്നേഹമയ്യായ അമ്മ പിന്നിലേക്ക് മറിഞ്ഞു വീണു. അന്ന് രാത്രി അവന്റെ നെറ്റിയിൽ കൈവച്ചു നോക്കിയ അമ്മ ഞെട്ടിപ്പോയി. തൊട്ടാൽ പൊള്ളുന്ന ചൂട്, പനി കൂടിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ അവനെ രക്ഷിക്കുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. 2-ാം ദിവസം മകൻ മരിച്ചുപോയി. അവനെ പള്ളിയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. അടുത്ത ദിവസം അതിരാവിലെ മകന്റെ കുഴിമാടത്തിലെത്തിയ അമ്മ ഞെട്ടിപ്പോയി. ഒരു കറുത്ത കൈപ്പത്തി മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്നു. അമ്മേ, എന്നെ രക്ഷിക്കൂ എന്ന മട്ടിലാണ് അത് കൈകൾ മടക്കി പിടിച്ചിരിക്കുന്നു. പരിഭ്രമിച്ച അവസ്ഥയായി അമ്മ ഓടി അച്ഛന്റെ മുറിയിലെത്തി. സംഗതി അറിഞ്ഞപ്പോൾ വൈദികനും വിശ്വാസികളും ഉടനെ സെമിത്തേരിയിലെത്തി. വൈദികന്റെ നിർദ്ദേശപ്രകാരം വടിയെടുത്ത് അമ്മ ആ കൈവെള്ളയിൽ ആഞ്ഞടിച്ചു. എന്നിട്ടും പുത്രസ്നേഹത്താൽ അതൊരു തലോടലായി എല്ലാവർക്കും. ഉടനെ ആ കൈ ഭൂമിയിലേക്ക് താണുപോയി. ആ സ്ഥലത്തൊരു സുഷിരം കേട്ടു. ഈ കൈപ്പത്തിയുടെ മാതൃക പള്ളിക്കകത്ത് ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. സ്നേഹവും മനുഷ്യനുള്ള വിശ്വാസവുമാണ് മഹത്വലക്ഷണം. അതെ, നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തരുന്ന മാതാപിതാക്കളെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വലിയ നിക്ഷേപമാണ് ദൈവത്തിന് മുമ്പിൽ ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അവരെ ആദരിച്ച് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.